നമ്മളെ കോഴിക്കോട് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? 10 വർഷത്തേക്ക് പുറകോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് ലാൻഡിന് വരുന്ന വിലയല്ല ഇന്നുള്ളത്. കോഴിക്കോട് തന്നെ വലിയ വലിയ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പം റിയൽ എസ്റ്റേറ്റിൽ ശരിക്കും എന്താണ് കോഴിക്കോട് സംഭവിക്കുന്നത്? രാമനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വെങ്ങളം വരെ എത്രയോ പ്രൊജക്റ്റുകൾ, ഹൈലൈറ്റ് പോലത്തെ കണ്ടമാനം പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടേക്ക് ആദ്യകാലം മുതൽ കച്ചവടക്കാർ എത്തിപ്പെട്ടൊരു നാടാണ് കോഴിക്കോട്. കാസർഗോഡ് മുതൽ ഏതാണ്ട് പാലക്കാട്, തൃശ്ശൂർ ബോർഡർ മുതൽ ഉള്ള ആൾക്കാർക്ക് മുഴുവൻ ഒരു അത്താണിയായിട്ട് കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോട് വരുന്ന കാലത്ത് മാവൂർ റൂട്ടിൽ, അതായത് ബേബി ടു ഒറ്റമല വരെ 1.5 to 2 2002, 2003 അത് 2.5-3 ലക്ഷമായി. ഫസ്റ്റ് റീച്ചിൽ ഹൈസൺ മുതൽ ബേബി വരെ അന്ന് 4 ലക്ഷം റുപ്യ, 4.5 ലക്ഷം റുപ്യ സെന്റിന്. ഇന്ന് കേരളത്തിലെ എല്ലാ വില കൂടിയ സ്ഥലത്തിലെ ഒരു സ്ഥലമാണ് മാവൂർ റോഡ്. ഇപ്പൊ ലാസ്റ്റ് സെക്കൻഡ് റീച്ചിൽ കച്ചവടം നടന്നത് 60-65 ലക്ഷം. ഹായ് ഇക്ക, നമ്മളെ കോഴിക്കോട് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കാരണം ഒരു 10 വർഷത്തേക്ക് പുറകോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് ലാൻഡിന് വരുന്ന വിലയല്ല ഇന്നുള്ളത്. കോഴിക്കോട് തന്നെ വലിയ വലിയ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പം റിയൽ എസ്റ്റേറ്റിൽ ശരിക്കും എന്താണ് കോഴിക്കോട് സംഭവിക്കുന്നത്? കോഴിക്കോട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന സംഭവം തന്നെ, ഇപ്പം നമ്മൾ രാമനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വെങ്ങളം വരെ എത്രയോ പ്രൊജക്റ്റുകൾ, ഹൈലൈറ്റ് പോലത്തെ ഫറൂഖ് മുതൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത, അറിവിന് പരിധി ഉണ്ടല്ലോ, അതെ, പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് പിന്നെ കുന്നമംഗലം വരെ കണ്ടമാനം പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടേക്ക് ആദ്യകാലം മുതൽ കച്ചവടക്കാർ എത്തിപ്പെട്ടൊരു നാടാണ് കോഴിക്കോട്. ഈ പ്രദേശം മുഴുവൻ കാസർഗോഡ് മുതൽ ഏതാണ്ട് പാലക്കാട്, തൃശ്ശൂർ ബോർഡർ മുതൽ ഉള്ള ആൾക്കാർക്ക് മുഴുവൻ ഒരു അത്താണിയായിട്ട് കോഴിക്കോടാണ്. ആദ്യ കാലഘട്ടം മുതൽ പാളയം മാർക്കറ്റൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബീച്ചിൽ പിന്നെ ഉരുവൊക്കെ വരുന്ന ആ കാലഘട്ടം മുതൽ തന്നെ ഒരു കച്ചവടത്തിന്റെ രാജ്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മളെ ഫ്ലാറ്റ് ആയാലും പ്രൊജക്ട്സ് ആയാലും ഗവൺമെന്റ് പ്രൊജക്റ്റുകളായാലും എത്രയോ നമ്മൾ അറിയാത്ത പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിവിന്റെ പരിമിതി ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും കൂടിയിട്ട്. പിന്നെ മാവൂർ റോഡ് ഇപ്പോൾ ആദ്യത്തെ സ്ട്രെച്ച് KSRTC മുതൽ ബേബി വരെ, ഇപ്പൊ ബേബി മുതൽ തൊണ്ടയാടായി. ഇപ്പൊ തൊണ്ടയാട് മുതൽ ചേവായൂർ മുതൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് പിന്നെ പൂവാട്ടുപറമ്പ് വരെ റെസിഡൻഷ്യൽ മേഖലയായി മാറി. ഇങ്ങോട്ട് കുന്നമംഗലം വഴിക്കാണെങ്കിൽ നമ്മൾ കൊടുവള്ളി വരെ എത്തിപ്പോയി. ഇവിടുന്ന് കൊയിലാണ്ടിന്ന് ഇപ്പുറത്തുള്ള 2 നാഷണൽ ഹൈവേ NH-66 2 ഭാഗം ഏതാണ്ട് ഫുള്ളാകാറായി. ഞാൻ പറയട്ടെ, തെക്കിലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ എറണാകുളം, കൊല്ലം ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് കോഴിക്കോട് വരുന്നതും കോഴിക്കോട് കച്ചവടം ചെയ്യണതും അതൊരു ത്രില്ലാണ്. ഒരു ഹരാണ്. ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റിന്റെ പ്രൊജക്റ്റ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണെങ്കിലും എല്ലാവർക്കും, ഞാനൊക്കെ ഇപ്പോൾ ഇടയ്ക്കിറന്ന് വന്നതാണ്. കോഴിക്കോട് താമസിക്കുന്ന ആൾക്കാർ കുറേ പല സ്ഥലത്ത് നിന്ന് വന്ന് കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട്. കോഴിക്കോടത്തെ കോയമാര് മുതൽ അവിടുന്ന് തൊട്ട് തുടങ്ങും എല്ലാവരും ഒക്കെ വന്ന് കച്ചവടം ചെയ്ത ആൾക്കാരാണ്. ഇവിടുത്തെ കച്ചവടത്തിന് ഒരു ത്രില്ലും ഒരു ബർക്കത്ത് എന്ന് പറയും നമ്മളെ ഭാഷയിൽ. ഒരു രസകരമായിട്ട് ഫാമിലിയെയും നമ്മുടെ ടീമിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനം മലബാർ മേഖലയിൽ കോഴിക്കോടിനുണ്ട്. അപ്പം അത് ഗൾഫ് മേഖലയിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസയൊക്കെ കോഴിക്കോട് കൂടുന്ന ഇൻവെസ്റ്റ്മെന്റിൽ എല്ലാവരും ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പം കോഴിക്കോടിന്റെ വളർച്ച അനുദിനം ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അല്ല, ഒരു കോഴിക്കോട് എന്ന് പറയുമ്പോൾ എന്താ ഒരു വേറെ തന്നെ ഒരു റേഞ്ചാ. ചില സ്ഥലത്ത് ആളുകൾക്കാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. കോഴിക്കോട് ഒരു വെൽക്കമിങ് സിറ്റിയാണ് കോഴിക്കോട്. പിന്നെ അതേപോലെ ഇപ്പം മിക്ക പറഞ്ഞ പോലെ ബിസിനസ്സുകാർ, അതായത് പല ഡിസ്ട്രിക്ട്സ് നിന്നുള്ള ബിസിനസ്സുകാരും കോഴിക്കോട് വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബിസിനസ്സുകാർ വരുന്നത് കൊണ്ടാണോ ശരിക്കും ഈ ലാൻഡ് വാല്യൂ കൂടുന്നത്? അതൊരു കാരണമാണോ? ഞാൻ കോഴിക്കോട് വരുന്ന കാലത്ത് മാവൂർ റൂട്ടിൽ സെക്കൻഡ് റീച്ചിൽ, അതായത് ബേബി ടു ഒറ്റമല വരെ 1.5 to 2 അത് 2000, 99, 2000, 2001. 2002, 2003 അത് 2.5-3 ലക്ഷമായി. അപ്പോൾ ഫസ്റ്റ് റീച്ചിൽ ഹൈസൺ മുതൽ ബേബി വരെ
അന്ന് 4 ലക്ഷം റുപ്യ 4.5 ലക്ഷം റുപ്യായിരുന്നു സെന്റിന്. ഇന്ന് കേരളത്തിലെ എല്ലാ വില കൂടിയ സ്ഥലത്തിലെ ഒരു സ്ഥലമാണ് മാവൂർ റോഡ്. MG റോഡ്, എടപ്പള്ളി, ട്രിവാൻഡ്രം സ്റ്റാച്യു ഒക്കെ മാതിരിയുള്ള MG റോഡൊക്കെ മാതിരിയുള്ള ഒരു ലാൻഡാണ്. അപ്പോൾ ഇവിടുന്ന് ഓരോരോ വർഷം തോറും ഇപ്പൊ ലാസ്റ്റ് സെക്കൻഡ് റീച്ചിൽ കച്ചവടം നടന്നത് 60-65 ലക്ഷം റുപ്യ. എന്തുകൊണ്ട് ഇത് കൂടുന്നു ചോദിച്ചാൽ കച്ചവടക്കാർ വന്ന് വാങ്ങി വിൽപ്പന നടത്തി, ഞാനെടുത്തു, എൻ്റെ അടുത്ത് വേറൊരു റേറ്റായി, അതിൻ്റെ അടുത്താണ് വേറെ റേറ്റായി. പണത്തിന് ആവശ്യമില്ലാത്ത ആൾക്കാരത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അത് കൂടുതൽ വിലയായി. പെട്ടെന്ന് പണം ആവശ്യമില്ലോ, ചിലപ്പോൾ പെട്ടെന്ന് വില കുറച്ച് വെക്കും. അപ്പോൾ കച്ചവടം നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ശരിക്ക് വാല്യൂ കൂടുന്നത്, ഈ ലാൻഡ് വാല്യൂ കൂടുന്നത്. ഇപ്പൊ ഞാൻ എടുത്ത വിലക്കല്ലല്ലോ പ്രണവ് എടുത്താ കൊടുക്കുക, പ്രണവ് അടുത്ത ആൾ കൊടുത്തു, അങ്ങനെ വില 3 എണ്ണം മാറിയില്ലേ. അത് ചിലപ്പോൾ 1 ഇയർ 2 ഇയറിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 4 ലക്ഷം 2.5 ലക്ഷം ഒക്കെ കച്ചവടം ചെയ്ത ആൾക്കാർ, അപ്പൊ നമ്മൾ ആ പാതയിലൂടെ നടന്ന് വരികയാണല്ലോ, അപ്പൊ നമുക്ക് തോന്നൂല. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ ഒരു കച്ചവടക്കാര് കോഴിക്കോട്ടേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ് ഇവിടെ ലാൻഡ് വാല്യൂ, ഇപ്പൊ സ്ക്വയർ ഫീറ്റിന് ബിൽഡിങ്ങും ബാക്കിയുള്ളതൊക്കെ എന്നും എത്ര മാൾ ഉണ്ടാക്കിയാലും ഇനിയും കോഴിക്കോട് ഉയർന്നുകൊണ്ടേയിരിക്കുക. അതിന് മാത്രം ഈ 7 ജില്ലയിൽ നിന്നും ഒരു ഹബ്ബായിട്ടാണ് കോഴിക്കോട്. അതേപോലെ ഇപ്പം വിലയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ശരിക്കും എന്താണ് ഈ വില നിർണ്ണയിക്കുന്നത്? കാരണം ഞാനൊക്കെ എൻ്റെ ഫാദർ കുറച്ച് ലാൻഡൊക്കെ വാങ്ങാറുണ്ട്. അപ്പം ആൾ പറയുന്നത് വെച്ചാൽ അവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും സ്ഥലം വിൽപ്പന നടന്നിട്ടുണ്ടോ നോക്കും, ആ വിലയായിരിക്കും ഇതിൻ്റെ ഏകദേശം വില എന്നുള്ള രീതിയിലാണ് ആൾ നിൽക്കുക. അപ്പം ശരിക്കും അതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ? അത് ലാൻഡ് ആയതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. എവിടെയാണെങ്കിലും വേൾഡിലും ഏത് രാജ്യത്ത് പോയാലും അതിനൊരു പ്രൈസ് ഇട്ട് വെച്ച സാധനമല്ല ലാൻഡ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ആണ് തീരുമാനിക്കുന്ന ഒരു ഇപ്പം നമ്മൾ വല്ല ഫ്ലോട്ടുകളൊക്കെ മുറിച്ച് വെക്കുമ്പോൾ ഒരു കൊല്ലൊക്കെ ഒരു വില നിൽക്കും, 4 ലക്ഷം, അടുത്ത കൊല്ലം 5 ലക്ഷം. ഇപ്പം ഇവിടെ ഓരോ ഫ്ലാറ്റുകൾ പോകുന്നൊക്കെ പ്രൈസ് കേട്ടാൽ 12,000 11,000 ഒക്കെ ആയി. എന്നാൽ 6,000-നും 4,500 മുതൽ കിട്ടുന്നുണ്ട്. അതൊക്കെ ഡിഫറെൻറ്റ് കച്ചവടങ്ങളാണ്. ലാൻഡ് എന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ പൈസക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ കാലൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ ഞാൻ 10 ലക്ഷത്തിന് എടുത്തതാ, എന്നോട് 12 പറഞ്ഞു, ഒരു മര്യാദ ലാഭം കിട്ടിയല്ലോ. അപ്പം ഞാൻ അഹങ്കാരിയായിട്ട് പറയാം, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, എനിക്ക് ആ പൈസ കിട്ടിയ കാര്യമൊന്നുമില്ല. അപ്പോൾ വാങ്ങേണ്ട ആൾ കുറച്ച് പിന്നെ കിട്ടേണ്ട ഒരാളാണെങ്കിൽ അപ്പോൾ 13 ആക്കി, 14 ആക്കി, പിന്നെ മനസ്സൊന്ന് ഇളകി. അപ്പോൾ നോക്കാം. അപ്പം എത്ര പെട്ടെന്ന് 4 ലക്ഷം കൂടിയില്ലേ? അപ്പൊ ആരാ ഈ പ്രൈസ് നിശ്ചയിക്കുന്ന? ആരാ പറയാൻ പറ്റുക? വാങ്ങുന്നവനും വിൽക്കുന്നവനും ഓരോ രാജ്യത്തെ പ്രൈസ്. പിന്നെ എടുക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ചോദിക്കും, അവിടെ ഇപ്പൊ എന്താ നടക്കുന്ന വില എന്ന് ചോദിക്കും. അവിടെ ഇപ്പൊ എത്ര അടുത്ത വിറ്റ വില എത്ര? അതൊന്നും ഒരു കാര്യമല്ല, അവനാൻ ചോദിക്കുന്ന വില. പിന്നെ ഗവൺമെന്റ് പ്രൈസ് ഉണ്ട്, അത് ഇപ്പൊ ഉണ്ടല്ലോ, നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കണം. അവിടുത്തെ ഗൈഡ് ലൈൻ വാല്യൂ നോക്കും. ഇപ്പം ഇക്കയുടെ കയ്യിൽ ഒരു 5 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി രൂപ ഉണ്ടെങ്കിൽ ഇന്ന് കോഴിക്കോട് ഏത് സ്ഥലത്തായിരിക്കും വിൽക്കുക ലാൻഡ് വാങ്ങുക? അതായത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ ആവശ്യമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ സിറ്റിയിൽ എവിടെയെങ്കിലുമൊക്കെ വാങ്ങും. അതല്ല, എൻ്റെ മനസ്സ് വേറൊരു ഡിഫറെൻറ്റ് മനസ്സാണെങ്കിൽ ഞാനിപ്പോൾ കുന്നമംഗലം, കൊടുവള്ളി, വാവാട്, താമരശ്ശേരി, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് കുളിമാട് നിന്ന് ഇങ്ങോട്ട് മുക്കം, മാവൂര് ആ ഭാഗത്തൊക്കെ വാങ്ങും. അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ ഗ്രാമങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കും. അവിടെ ചിലപ്പോൾ നമ്മൾ 1-2 ലക്ഷം റുപ്യൊക്കെ എടുത്താണെങ്കിൽ പെട്ടെന്ന് 1 ലക്ഷം റുപ്യൊക്കെ കൂടും. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ഒരു പർപ്പസൊക്കെ ഉണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ഇപ്പോൾ പുറത്ത് നടത്താം. സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേണമെന്ന് പറയുന്ന സാധനങ്ങൾക്ക് മാത്രം സെറ്റിലെടുത്താൽ മതി. അല്ലാത്തപ്പോൾ പിന്നെ കുറേ സാധനങ്ങൾ ഗോഡൗൺ മുതലെല്ലാം പുറത്താണല്ലോ എടുക്കുന്നത്. അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് ഒരു ഭാഗമുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ ഇന്ന് ആ ഡ്രസ്സ് ഇട്ടു, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു എന്ന മാതിരി എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നാൽ ഇന്ന സ്ഥലത്ത് കൊണ്ടിട്ട് ആ സ്ഥലം വാങ്ങാം, അതൊരു തോന്നലാ. ഇതിനൊന്നൊരു മാനദണ്ഡമല്ല. അതൊക്കെ അവനാൽ ആ സമയത്തുള്ളൊരു, അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്നത്, അല്ലെങ്കിൽ ബ്രോക്കർമാർ പറയുന്നത്, ആ ഒരു സമയത്ത് ആ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ശരി. ഇപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോഴേക്കാ, ഇപ്പം നമ്മളതിലൊക്കെ കുറേ പൈസ ഉണ്ടാവും.
പക്ഷേ ഇത് എവിടെ നിക്ഷേപിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ, കാരണം ഒന്ന് ലംസം എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചെറിയ പൈസയല്ല. അപ്പം ഇത് ശരിക്കും എങ്ങനെ വൈസ്ലി ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ലാൻഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യചിഹ്നമാണ്. അവിടെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? പ്രണവിനോട് ഒറ്റ കാര്യം പറഞ്ഞുതരാം. പല തട്ടിപ്പുകളും പെട്ടെന്ന് പൈസ കിട്ടുന്ന പല പ്രൊജക്റ്റുകളും അനൗൺസ് ചെയ്തിട്ട് വാട്സപ്പിലും ഇൻസ്റ്റയിലും ലിങ്ക്ഡിനിലൊക്കെ വരും. അതിനെ ഇക്കാലത്തൊന്ന് സൂക്ഷിക്കുക. അതൊക്കെ പൊളിഞ്ഞിട്ടല്ലത്. രാവിലെ ഇട്ട വൈകുന്നേരത്തിന് ലാഭം എന്ന് പറയുന്ന സംഗതികൾ മുതൽ അവരുടെ പ്രൊജക്റ്റും അവരുടെ വിഷൻ, ആരാണോ അത് കൊണ്ടുവരുന്ന പ്രൊജക്റ്റ് ചെയ്യുന്ന അവരുടെ സ്വഭാവവും ആ പ്രൊജക്റ്റിൻ്റെ ഒരു അവർ ചെയ്ത പ്രൊജക്റ്റുകൾ ബാക്കിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കുക. പുതിയ ആൾക്കാരാണെങ്കിൽ അവരുടെ ബാക്ക് ഹിസ്റ്ററി ഒന്ന് നോക്കാം. എന്നിട്ട് ശരി തെറ്റും കൂടി ഒന്ന് നമ്മൾ നിർണ്ണയിക്കണം. ചിലത് പാളിപ്പോവാം, മനസ്സിലായില്ലേ? എത്രയോ പാളിയതുണ്ട്. അങ്ങനെ നമ്മളെല്ലാ ഭാവം പഠിക്കും. പഠിച്ചാലും ചിലപ്പോൾ ഒന്ന് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചിലപ്പോൾ നല്ലവരായിരിക്കും. അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ശ്രദ്ധിച്ചാൽ മതി. മറ്റേ കച്ചവടം ചെയ്തിട്ട് നഷ്ടം പറ്റിയ കുറേ ആൾക്കാരുണ്ട്. അവരൊരു പൈസ കൊണ്ട് ഒരു കളിയും കളിക്കാതെ കച്ചവടം ചെയ്തിട്ട് കാലക്രമേണ ഉണ്ടായ ഇപ്പോൾ പിന്നെ നമ്മുടെ പ്രകൃതിയായിട്ടുണ്ടായ കുറേ കാര്യങ്ങളപ്പോൾ നമ്മളിവിടെ നടന്നുപോയി. നിപ്പ, കൊറോണ, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ട് കുറേ സംഗതി, അതിലൊക്കെ കുറേ നഷ്ടങ്ങൾ ഒറിജിനലായിട്ട് വന്നു. പക്ഷേ ഈ ഫണ്ട് വാങ്ങി നമ്മൾ പറയാത്ത നിങ്ങൾ പറഞ്ഞ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പറ്റിയ നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഫണ്ട് ഡൈവേർഷൻ നടന്നു. ഇപ്പോൾ വേറൊരു പർട്ടിക്കുലർ സംഗതിക്ക് നിങ്ങൾ കൊടുത്തു, അതല്ലാതെ വേറെ സംഗതിയിലേക്ക് ഈ ഫണ്ട് ഇട്ടു, അങ്ങനെയൊക്കെ വരുന്ന സമയമുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത് അവനാൻ ആ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് ഒരു അനലൈസ് നടത്തുക. കഴിയുന്നതും ഒരു 2-3 ആൾക്കാരുടെ എൻക്വയറി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നാവും. ഓക്കെ. ഇക്ക ആദ്യമായിട്ട് വാങ്ങിയ ലാൻഡ് എവിടെയായിരുന്നു? ആദ്യമായിട്ട് വാങ്ങുന്ന ലാൻഡ് ഞാൻ ജനിച്ച നാട്ടിൽ എടക്കര. ഏത് വർഷമായിരുന്നു അത്? അത് 90. ഓക്കെ. 90-ന് മുമ്പ് ചെറിയൊരു ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. 88-89 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വഴിക്കടവ് പറഞ്ഞ സ്ഥലത്തൊരു സ്ഥലം വാങ്ങി. അത് ഇങ്ങനെ റെസിഡൻഷ്യൽ. അന്നൊക്കെ 1000 രൂപ സെന്റിന്, 500 രൂപ സെന്റിനുള്ള കാലഘട്ടം. പിന്നെ ലാൻഡ് ആദ്യത്തോടെ മുതൽ അവിടെ തുടങ്ങി. എപ്പോഴായാലും ലാൻഡ് നമ്മളെ ചതിക്കൂല. ഗ്രോത്ത് അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് ഈ നിമിഷം വരെ എപ്പോഴും ലാൻഡിന് ഗ്രോത്താണ്, നല്ല ഗ്രോത്താണ്. പിന്നെ ഇത് വളർട്ട് കൊടുക്കണ്ട, പിന്നെ വേറൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട, പെയിന്റ് അടിക്കണ്ട, ഇങ്ങനൊരു സുഖത്തിലുണ്ട്. പിന്നെ നമ്മൾ ജോലിക്കാർക്ക് നമ്മൾ മറ്റെന്തേലും പിന്നെ പ്രൊഡക്ഷനിലേക്ക് കിടക്കുമ്പോൾ അതിൽ കുറേ ആൾക്കാരും കൂടി ജീവിക്കും. 10 ജോലിക്കാരൻ, 30 ജോലിക്കാരൻ, 50 ജോലിക്കാരൻ, 100 ജോലിക്കാരൻ. ഇതിന് ഈ ഒരു ബിസിനസ്സിന് അതില്ല. അതിടുക, അങ്ങനെ കാണാൻ കാറ് പോകുമ്പോൾ ഇന്റതാന്ന് പറയാന്നല്ലാണ്ട്, അല്ലെങ്കിൽ പ്രണവിൻ്റെ എന്ന് പറയാം. അത് കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ആർക്കും ജോലി ഇല്ല, വേറെ ഒന്നുമില്ല. ഓഫീസിലെ സ്റ്റാഫ് അത്ര ഉണ്ടാവും. അതൊരു മൈനസ് പോയിന്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒരു ഓഫീസും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ ഇത് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ലാൻഡ് വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പം ഈ ലാൻഡ് വാങ്ങി അതുപോലെ തന്നെ വെച്ചാൽ മതിയോ, അല്ലെങ്കിൽ അവിടെ ആ ലാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് സെല് ചെയ്യണം എന്നായിരിക്കും നന്നാവുക? അത് ശരിക്കും നമ്മൾ കാട് പിടിച്ച് കിടക്കുന്ന ലാൻഡൊക്കെ ആണെങ്കിൽ അത് വെട്ടി തെളിയിച്ച് അവിടെ ആ ചുവപ്പ് മണ്ണൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കുമ്പോഴേ അത് ഒന്ന് കുളിപ്പിച്ച് കുപ്പായിടാന്ന് പറയും. ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ കുളിപ്പിച്ച് കുപ്പായിടാന്ന് പറയും. അപ്പൊ അതിനൊന്ന് മിനുക്കി തെളിഞ്ഞ അപ്പൊ അത് അവിടെ ആരെടുത്തല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, ആ മൗത്ത് പബ്ലിസിറ്റിയിലായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ സ്ഥലങ്ങൾ കച്ചവടം ചെയ്തിരുന്നത്. ഇപ്പൊ അത് മാറിയല്ലോ, ഇപ്പൊ വാട്സപ്പും ഇൻസ്റ്റയിലൊക്കെ ആണല്ലോ. അപ്പൊ ഒന്ന് മിനിക്കണം എപ്പോഴും. ഇപ്പൊ ബിൽഡിംഗ് ആണെങ്കിലും ഒന്ന് പെയിന്റ് അടിച്ച് ഒന്ന് എടുക്കുക, ഏത് സാധനം എടുക്കുകയാണെങ്കിലും അതിമൊന്ന് കുറച്ച് പൈസ ചെലവാക്കി ഒന്ന് സ്റ്റൈലൊന്ന് മാറ്റൽ നല്ലതാണ്. ഇപ്പൊ മാർക്കറ്റിലും അറിയും ഇതെന്തോ കൈമാറിയിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെയാണല്ലോ റിയൽ എസ്റ്റേറ്റ്. വാങ്ങലും വിൽക്കലും ആണല്ലോ റിയൽ എസ്റ്റേറ്റ് ആയിരുന്നത്, അല്ല വാങ്ങിയിടല് റിയൽ എസ്റ്റേറ്റ് അല്ല. അതെ. അതുപോലെ തന്നെ ഇപ്പം കോഴിക്കോട് നടന്നിരിക്കുന്ന ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീല് അത് എത്ര വാല്യൂ ആണെന്നുള്ളത് എനിക്ക് അറിയാം. അതിപ്പോൾ 600 CR ഉണ്ട്, അതിന് താഴോട്ടുള്ളൂ. 220 ഉണ്ട്, 150 അതൊക്കെ കഴിഞ്ഞു.
അങ്ങനത്തെ ഒരു 3-4 ഡീലുകളൊക്കെ ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ വലുത് നടന്നിട്ടുണ്ട്. ഓക്കെ. അത് ഇങ്ങനെ പ്രോജക്റ്റ് ആവശ്യങ്ങൾക്കായിരിക്കില്ലേ അത്രയും വലിയ ലാൻഡൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക? ഓക്കെ. അപ്പം ഇനിയിപ്പം കോഴിക്കോട് ഇപ്പം ഹൈലൈറ്റ് മോളൊക്കെ ചെയ്ത പോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. മുമ്പ് നമ്മൾ കാണുന്ന സമയത്ത് മാവൂർ റോഡായിരുന്നു ടൗണ്. ഇപ്പം ടൗണ് ഓരോ സ്ഥലത്തേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ ഇക്കയ്ക്ക് എന്താണ് പ്രണവേ? ഒരു മനുഷ്യൻ്റെ ശരിക്കും ശ്രദ്ധിച്ചോളി, ഒരാളെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഹൈലൈറ്റ് സുലൈമാൻ ചെയ്ത മാതിരി അന്ന് അവിടെ ഒരു മനുഷ്യനൊന്നും വാങ്ങാത്തൊരു സമയമാണ്. ഞാനും സുലൈമാനും കൂടി സംസാരിച്ചിരുന്നു. അതിനെ വലിയൊരു കാഴ്ചപ്പാടിൽ കൊടുന്ന് ഹൈലൈറ്റ് മാളിനെ ആ മാളുകളും ആ സംഗതികളും ആ റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ ആക്കി അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയ അതൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ഇപ്പോൾ കുന്നമംഗലം മുതൽ ഇങ്ങോട്ട് കൊയിലാണ്ടി മുതൽ രാമനാട്ടുകര വരെ 2 ബീച്ച് സൈഡ് ഫറൂഖ് മുതൽ ആ പുതിയ റോഡ് കൂടി വന്നു കഴിഞ്ഞാൽ NH66 വരെ വലിയൊരു ഏരിയയിലേക്ക് ടൗണിൽ നിന്ന് റെസിഡൻഷ്യൽ ആൾക്കാർ പുറത്തു പോവാണ്. അവിടെ 2 ലക്ഷം 1.5 ലക്ഷം റുപ്യക്കൊക്കെ വീടുകളും കുറേ പ്രൊജക്റ്റുകളും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഫ്ലാറ്റിനും വിലക്കുറവുണ്ട്, മനസ്സിലായി? അപ്പോൾ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഒരു തിക്ക് വരുമ്പോൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ സറൗണ്ടിങ്ങിലുള്ള എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ നല്ല ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുക. ആൾക്കാരിപ്പോൾ അങ്ങോട്ട് പോകാൻ പ്രശ്നമല്ല. ബസ്സും കാറും ജീപ്പും അവൈലബിലിറ്റി നോക്കിയിട്ട് ജോലിക്ക് 9 മണിക്ക് കോഴിക്കോട് വരാൻ, അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ പണിക്കും എത്തിപ്പെടാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. എപ്പോഴും ആക്സസ് നല്ല കറക്റ്റ് അല്ല. അപ്പോൾ ടൗൺ അങ്ങോട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതെ, അതിനിയും വന്നുകൊണ്ടിരിക്കുക. ഗ്രാമങ്ങളിലേക്ക് ഇനി ഡെവലപ്മെന്റ് എന്ന രീതിയിൽ പ്രതീക്ഷിക്കാം. അതേപോലെ മുമ്പ് ഞാനൊരു ബുക്കിനകത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഒരു സ്ഥലം വാങ്ങാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്താണ്. അപ്പം അതായത് സ്ഥലങ്ങൾക്ക് വില കുറയുന്നത് അങ്ങനത്തെ വല്ല ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്താണ്. ഫോർ എക്സാമ്പിൾ ഡിമോണിറ്റൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും പൈസയുടെ ആവശ്യം വരുന്ന സമയത്താണ് അവർ സ്ഥലം വിൽക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് സ്ഥലം വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇന്നും അത് നിലനിൽക്കുന്നുണ്ടോ? അത് നിലനിൽക്കുന്നുണ്ട്. ചില സമയത്തിൽ പിന്നെ താഴ്ചയും അത് എല്ലാ കച്ചവടത്തിലും ഉള്ളതാണ്. ഇപ്പം ചില ആൾക്കാർക്ക് കച്ചവടം ഇല്ലാത്ത സമയത്തൊക്കെ ഫണ്ടിന് ആവശ്യം വരും, ലോൺ ക്ലോസ് ചെയ്യാൻ പല ആവശ്യങ്ങൾക്കും വരും. അപ്പം അത് പിന്നെ എന്തായിരിക്കും, അവിടെ നമുക്ക് വില കുറച്ച് കിട്ടും. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വില കുറച്ച് കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അത് അവരുടെ സാമ്പത്തിക പ്രയാസം ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് കിട്ടും. ടോട്ടലി ഇപ്പോൾ നമുക്ക് നിപ്പ കൊറോണ ഒക്കെ വന്ന സമയത്ത് നല്ല കുറച്ച് കിട്ടിയിരുന്നു. ഇതിന് അങ്ങനത്തെ ഒരു സമയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാ ഇല്ലേനും. കാരണം ലാൻഡല്ലേ, വേറെ ബുദ്ധിമുട്ടോ ഒന്നും പ്രയാസമോ തിന്നാൻ കൊടുക്കുക പെയിന്റ് അടിക്കുക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചില പൈസ ഉള്ള ആൾക്കാർ അവിടെ വെക്കും, പൈസക്ക് ടൈറ്റുള്ള ആൾക്കാർ വേഗം കൊടുക്കും. അതെ, അതാണ് അതിൻ്റെ. ഇന്നും എനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാരായാൽ വലിയധികം ലാൻഡ് റിസർവ്സ് ഉണ്ട്, അവർക്കത് സെല്ല് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇത് സെല്ല് ചെയ്യാൻ ഇക്കയ്ക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യും? അതായത് ഇക്കേൻ്റെ അടുത്തേക്ക് അവർക്ക് എങ്ങനെ അപ്രോച്ചബിൾ ആവാൻ പറ്റും? അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസുകൾ നമ്മളെ പിന്നെ കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം, ദുബായ് ഓഫീസിലൊക്കെ നമ്പർ ഇപ്പോൾ ഓൺലൈനിൽ അടിച്ചാൽ കാരാടൻ ലാൻഡ്സിന് അടിച്ചാൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് നമ്മൾ നേരിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായാലും എപ്പോഴായാലും നമുക്ക് നമ്മളെ റോ മെറ്റീരിയൽ എന്താ പ്രണവ് കസ്റ്റമേഴ്സ്. ആ കസ്റ്റമർ എപ്പോൾ വിളിച്ചാലും നമ്മൾ ചിരിച്ചുകൊണ്ടെടുക്കും. എത്ര തിരക്കാണെങ്കിലും അവർക്ക് അതിന് മറുപടി കൊടുക്കും. ചിലപ്പോൾ ഈ വിൽക്കാനും വാങ്ങാനൊക്കെ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, വിൽക്കാൻ വരുന്ന ആൾക്കാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടാണ്, എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടാണ്. അവർ ലോണ്, മറ്റത് പ്രയാസം, കല്യാണങ്ങൾ എല്ലാം ഉണ്ടാക്കേണ്ട ഒരു പ്രയാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ വിൽക്കാൻ വരും. അപ്പോൾ അവർ നമ്മൾ അറ്റൻഡ് ചെയ്യും, ശരിക്കും അറ്റൻഡ് ചെയ്യും. ശരിക്കും നമ്മുടെ ഫോൺ നമ്പറൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു അപ്പക്കപ്പളെ നമ്മൾ അത് വിൽക്കാനോ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ബ്രോക്കേഴ്സിനെ, ഏജന്റുമാരെ ഏൽപ്പിച്ചിട്ട് അത് ചെയ്യുന്നതാണ്. അതുപോലെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മേഖലയായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് കൺസിഡർ ചെയ്യാറുള്ളത്. ഇന്ന് ജെൻസി ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് പൈസ കിട്ടണം എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ വളരുന്ന സാഹചര്യം അനുസരിച്ചിട്ട് ഈസി മണിയാണ്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, അങ്ങനെ പല രീതിയിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനേക്കാട്ടും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സെഗ്മെൻ്റാണ് ആക്ച്വലി റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇക്കയുടെ അഭിപ്രായം എന്താണ്? തെറ്റാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ എല്ലാവർക്കും അത് വന്നൂടെ? ഈ ഒരു മേഖലയ്ക്ക് ഇതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടും ഇതിനായിട്ടുള്ള ടൈമൊക്കെ എടുക്കും.
ഇപ്പോൾ ഒരു ലാൻഡ് എടുത്ത് അതിൽ പയലടിച്ച് ഒരു ബിൽഡ് ചെയ്ത് ഒരു പ്രോപ്പർട്ടി ബിൽഡ് ചെയ്ത് പിന്നെ ഫ്ലാറ്റായിട്ട് കൊടുത്താൽ ഒരു നിശ്ചിത ലാഭമുണ്ട്, ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ലാൻഡ് ആണെങ്കിൽ ഇപ്പോൾ ഇതിന് പെർസെൻറ്റേജ് ഉണ്ട്. പിന്നെ ലാൻഡ് വാങ്ങി ഇപ്പം തന്നെ ചില റിയൽ എസ്റ്റേറ്റുകാർ ഇറങ്ങിയിട്ട് ഇപ്പം തന്നെ വിൽക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും. തെറ്റാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കൂടി വാങ്ങിയിട്ടിട്ട് റിയൽ എസ്റ്റേറ്റിൽ വിൽക്കാത്ത ആൾക്കാരുണ്ട് എൻ്റെ അറിവിൽ. അവരുടെ പേരെന്താ? റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള തിങ്കിങ്ങിനോട് ഞാൻ എതിരാണ്. നമ്മൾ എന്തൊരു മേഖലയാണെങ്കിലും റെഡ് ലൈൻ ചെയ്തോളൂ ഈ വാക്ക് കേട്ടോ. എന്തൊരു മേഖലയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുക. നമ്മൾ അതിൽ ഇത്ര ലാഭം കിട്ടും ഇത്ര ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് നടന്നു കഴിഞ്ഞാൽ തെറ്റാണ്. നമ്മളെ പണി എടുത്തുകൊണ്ടേ ഇരിക്കുക, പൈസ പിന്നാലെ വരും. മനസ്സിലായി. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ നമ്മളോട് വേറൊരു രൂപത്തിലായിരിക്കും അവർ മനസ്സിലാക്കുക. അല്ല, വർക്ക് ചെയ്യുന്നതിന് മുമ്പ് പൈസ കിട്ടുന്നുണ്ട്, എത്ര ലാഭം കിട്ടുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ തന്നെ എടുത്ത നാളെ തന്നെ കൊടുക്കാൻ പറ്റുമോ? ഇതെന്താ കയ്യിലിട്ട് ഉരുട്ടിട്ട് ചെയ്യാൻ? ഒരു ബയർ ഇപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ 50 ലക്ഷം 25 ലക്ഷം 75 ലക്ഷം ഒക്കെ മതിയായിരുന്നു. ഇപ്പൊ ഒരു പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ 8 മുതൽ 10 മുതൽ അങ്ങനെ വേണം, കുറെ കോടികൾ വേണം. പണ്ട് കോടി പറഞ്ഞാൽ കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാരും കോടീശ്വരന്മാരാണ്. അതേപോലെ കോഴിക്കോടിൻ്റെ അത്ര തന്നെ ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള മറ്റുള്ളൊരു ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയൊക്കെ തോന്നിയിട്ടുള്ളത്? എല്ലായിടത്തും ഞാൻ പറയാം. കാസർഗോഡ് മുതൽ വിഴിഞ്ഞം വരെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ 2 റോഡ് സൈഡിലും നല്ല വിലയായി തുടങ്ങി. എവിടെയാണ് ഒരു ഗ്യാപ്പ് പ്രണവ് എന്ന് കാണിച്ചു തരാൻ പറ്റും എനിക്ക്? മറ്റുള്ള സ്റ്റേറ്റുകൾ എല്ലാം നോക്കിക്കോളൂ, 28-30 സ്റ്റേറ്റ് ദ്വീപുകളൊക്കെ നോക്കിക്കോളൂ. ഈ കേരളം മാതിരി ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് കടന്ന കുറേ കാര്യസ്ഥലം കാണാം, ചെന്നൈ കർണാടകയിലേക്ക് കടന്ന കാണാം, മഹാരാഷ്ട്രയിലേക്ക് കടന്ന കാണാം. കേരളത്തിൽ നിങ്ങൾ ഇടുക്കിയിലും വയനാടും കുറച്ച് എസ്റ്റേറ്റുകൾ കാണാം. മറ്റേ ഈ 2 റോഡ് സൈഡും ഫുള്ളായിരിക്കും. മനസ്സിലായോ? അത് കേരളത്തിന്റെ മാത്രം പ്രത്യേകത, അത് വേറെ എവിടെയും കിട്ടില്ല. ആ ഡെവലപ്മെന്റ് ഇനി എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനും എന്നും കച്ചവടം ചെയ്യാനും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കേരളം ബെസ്റ്റാണ്. പിന്നെ ചില പ്രയാസങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ ഇപ്പൊ ഗവൺമെന്റുകളും മറ്റുള്ളതൊക്കെ തരണം ചെയ്ത് പാടങ്ങളിലൊക്കെ കയറ്റാൻ പറ്റില്ല എന്നില്ല, അങ്ങനത്തെ പിന്നെ കരഭൂമിയാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് എളുപ്പത്തിലുണ്ട്. അങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. പിന്നെ ആവശ്യക്കാർക്ക് ഒരു വീട്ടിൽ 10 കുട്ടികൾ 5 കുട്ടികൾ അല്ലെങ്കിൽ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ മാറി 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 പിന്നെ തിങ്കിങ് ആൾക്കാരുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പഴയ ചിന്തല്ല, പണ്ടൊരു വീട് വേണമെന്നായിരുന്നു, ഒരു എസ്റ്റേറ്റ് വേണമെന്നായിരുന്നു, കുറച്ച് പാടുണ്ട്, ഈ നെല്ലുണ്ടാക്കായിരുന്നു, റബ്ബർ ഇട്ടായിരുന്നു, കുറച്ച് തേങ്ങ അടക്കി ഉണ്ടാക്കി. ഇന്ന് പ്രണവിന് ഇപ്പൊ 10 ഏക്കർ എസ്റ്റേറ്റ് തരാം, അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ല. പുതിയ യങ്സ്റ്റേഴ്സിന് ഇല്ല. ഫോണ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, വേറെ ലോകം, അതാണ്. അപ്പോൾ ആ ഒരു സംഗതിക്ക് തിരിച്ച് ആൾക്കാരുടെ ചിന്തകൾ, കുട്ടികളുടെ ചിന്തകൾ മാറി മാറി വരുമ്പോൾ കാലഘട്ടം മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രീതിയും സിസ്റ്റത്തിനൊക്കെ മാറ്റം വരും. എനിക്ക് ഈ പുതിയ ജനറേഷനോട് പറയാനുള്ള എന്താ വെച്ചാൽ, എൻ്റെ മേഖലയായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അനവധി ആൾക്കാരിപ്പോൾ ഈ കുട്ടികളിപ്പോൾ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് എഴുതിയിട്ട് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യാൻ വരണ്ട. അതായത് നമ്മളൊരു ബയറെ കണ്ടുപിടിക്കാനും അത് സെല് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്, ഒരു ഫിനിഷിങ് പോയിന്റ്. അതിലേക്ക് നല്ല അധ്വാനം വേണം, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. ഇന്ന ദിവസം ഇത്ര ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക, ഒരു റെൻ്റലായിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു ബിൽഡറായിട്ട് ടൈപ്പ്, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് വേണം റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങാൻ. പിന്നെ ഒരു കറക്റ്റ് പെട്ടെന്ന് തന്നെ പൈസ കിട്ടും ഇതിൽ പെട്ടെന്ന് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ മനസ്സിനെ ആടി ഒലഞ്ഞ് ഞാനിത് നിർത്താൻ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു മനസ്സ് വന്ന് നിർത്തരുത്. കണ്ടിന്യൂഷൻ വേണം. ഈ ഒരു മേഖലയിൽ ഇത്ര ആളെ ഞാൻ ഫോൺ ചെയ്യും. എന്താ അതിൻ്റെ റോ മെറ്റീരിയൽ? കസ്റ്റമറല്ലേ, ആൾക്കാരെ വിളിക്കലല്ലേ. അപ്പൊ പുതിയ ജനറേഷൻ പല മേഖലയിലും ബയർമാർ, കർണാടക, തമിഴ്നാട്, കേരളം, ദുബായ് ഒക്കെ കൂടിയ ഒരു രാജ്യമാണ് നമ്മള്. ഇപ്പൊ പിന്നെ ഒക്കെ അടുത്തായല്ലോ, പണ്ടായിരുന്നല്ലോ അവിടെയൊക്കെ. ഇപ്പൊ എല്ലാവരും ഒരൊറ്റ ഫോൺ ചെയ്യലും അല്ലെങ്കിൽ ഒരൊറ്റ വാട്സപ്പിലും കിട്ടും. നമ്മൾ വിരൽത്തുമ്പത്തല്ലല്ലോ എല്ലാവരും. അപ്പൊ ജെന്യൂൻ കസ്റ്റമറെ പിടിക്കാൻ നോക്കുക. അവർക്കൊരു സാധനം കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ്
അല്ലെ അതിൽ കിട്ടുന്ന ലാഭമാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റിലെ മേഖലയിലെ ഒരു ലാഭം. അപ്പം യങ്സ്റ്റേഴ്സ് നല്ല സമാധാനത്തിലും കൃത്യനിഷ്ഠതയിലും വിശ്വസ്തയിലും കൂടിയിട്ട് ആ ഒരു ജനറേഷൻ ഇതിനെ ഉണ്ടാക്കണം. പിന്നെ ചില ലാൻഡുകൾ എടുത്ത് ബിൽഡ് ചെയ്യുക, ചില ടൂറിസം മേഖലയിൽ പോയിട്ട് പിന്നെ ഇത് ഹോം സ്റ്റേ മാതിരി സംഗതികളൊക്കെ ഉണ്ടാക്കി, അതൊക്കെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ കക്കാടംപൊയിൽ, വയനാട്, ഇടുക്കി, മൂന്നാർ, പഴയ കാലത്തെ മോനെ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത പട്ടിണി കിടന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കഴിഞ്ഞു വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇന്ന് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഒരൊറ്റ ഫോണങ്ങ് എടുത്താൽ അപ്പോൾ പൈസയായി. ഞങ്ങൾ പോക്കറ്റിൽ പൈസ ഇട്ട് പോകണം, അല്ലെങ്കിൽ ആരെയും കയ്യിൽ നിന്ന് 200-500 വാങ്ങിപ്പോകണം. ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം നിങ്ങളെ മുന്നിൽ നിങ്ങൾ സൗന്ദര്യം ആസ്വദിക്കുന്ന, പ്രപഞ്ചം തന്ന സൗന്ദര്യം ആസ്വദിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ. ഹായ് എന്ത് ഭംഗി, ഹായ്. അന്ന് എങ്ങനെ ആയിരുന്നൊരു അരി എൻ്റെ മക്കളവിടെ പട്ടിണി കിടക്കാന്ന് പറഞ്ഞ ഓടുമായിരുന്നു അച്ഛനമ്മമാര്. ഇന്ന് നിങ്ങൾ ഓടുന്നത് എന്താ അറിയോ? ബൈക്കുമെടുത്തിട്ട് ഹായ് വാ എന്നോട് പോവാ. കാലഘട്ടം മാറിക്കൊണ്ട് വരിക. ഇന്ന് നിങ്ങൾ പിന്നെ കറ്റ കൊയ്യേ അല്ലെങ്കിൽ റബ്ബർ വെട്ടേ തേങ്ങമ്മ കയറി തെങ്ങിട്ടിട്ട് ജീവിക്കുന്ന എന്തെങ്കിലും കാലഘട്ടത്തിലാണോ നിങ്ങൾ? അല്ല, വേറെ മേഖലയല്ലേ. ഇപ്പൊ മേഖലയെ മാറി, മറ്റതൊക്കെ അടിയിൽ പോയി. അപ്പോൾ ആ യങ്സ്റ്റേഴ്സ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് കഞ്ഞിയും ചമ്മന്തി ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ തിരിച്ചു നേരെ ഓലപ്പരയിലേക്ക് പോലെ തുടങ്ങി. ഇപ്പോൾ 10,000-15,000 കൊടുത്തിട്ട് വയനാട്ടിലും മൂന്നാറിലും കക്കാടംപൊയിലൊക്കെ ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞ ഓലപ്പര. അപ്പൊ വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ ആൾക്കാർ എത്തി. അപ്പൊ അവിടെ പോയിട്ട് എന്താ ചെയ്യണേ? സർ എന്തെങ്കിലും വേണ്ടി ചൂണ്ടലുണ്ടോ? അപ്പോ ഇത് പഴയ കാലത്ത് അപ്പൊ ആ കുട്ടി ചൂണ്ടൽ വാങ്ങിട്ട്, അപ്പൊ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇതൊക്കെ ഞങ്ങൾ 60 കൊല്ലം മുമ്പ് ചെയ്തു. അപ്പോ നിങ്ങൾ നേരെ തിരിച്ച് ആസ്വദിക്കാൻ വരികയാണ്. അന്ന് ആസ്വദിച്ചപ്പോ പട്ടിണിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇനിയും കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന ഈ കാലഘട്ടത്തിൽ AI കടന്നു വന്നു. എല്ലാ മേഖലയും മാറി 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 വന്നു. ഇനി ഇതാ വരാൻ പോകുന്നു. വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ഫോണിലാവും, പ്രസവം ഒരു ബോക്സിലാവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറി 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 വരികയാണ്. എന്തായാലും പിന്നെ നിങ്ങളൊക്കെ അതിലേക്ക് വരും. ഞങ്ങൾക്കും ആയുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ. എന്തായാലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു.